ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയാണ് ആദ്യം. നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള വാർത്ത. ദീർഘനാളായി ശ്രീനിവാസന്റെ ആരോഗ്യസ്ഥിതി ഒട്ടും മെച്ചമല്ലായിരുന്നു. നിരവധി സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച നടനാണ്. 1956 ഏപ്രിൽ 4 കൂത്തുപറമ്പിൽ ജനിച്ച ശ്രീനിവാസൻ സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ വെള്ളത്തിലെത്തിച്ചു. സംവിധായകനും പിന്നണി ഗായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മക്കളാണ്. 200-ലധികം ചിത്രങ്ങളിൽ ശ്രീനിവാസൻ്റെ സാന്നിധ്യം മലയാളികൾ കണ്ടു. സംവിധാനം ചെയ്ത എണ്ണം പറഞ്ഞ സിനിമകളിലൂടെ മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങൾക്ക് ഇപ്പോഴും കാലാനുവൃത്തിയായ നിരവധി സിനിമകളുടെ തിരക്കഥാകൃത്ത് കൂടിയായി ശ്രീനിവാസൻ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികൾ എന്നും ഏറെ ഇഷ്ടത്തോടെ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്ന നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ദീർഘനാളായി നമുക്കറിയാം അസുഖബാധിതനായിരുന്നു. നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന് ചില ശാരീരികമായ തളർച്ചകളും മറ്റും വന്ന് സംസാരിക്കാൻ പറ്റാത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പതിയെ അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ വാർത്ത എന്നുള്ളത് ശ്രീനിവാസൻ മരിച്ചു എന്നുള്ളതാണ്, അന്തരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്തയായി ഇപ്പോൾ നൽകാനുള്ളത്. ഏതായാലും കൊച്ചിയിൽ ആശുപത്രിയിലാണോ അതോ വീട്ടിലാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം അപ്രതീക്ഷിതമായിരുന്നു ഈ മരണം, ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇത്ര പെട്ടെന്ന് അദ്ദേഹം വിട്ടുപോകും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. നമുക്കറിയാം ശ്രീനിവാസൻ എന്ന നടൻ മലയാളികൾ അത്രത്തോളം നമ്മുടെ മനസ്സിനോട്, നമ്മുടെ സിനിമാ ജീവിതത്തോട് ചേർത്ത് വെച്ചു എന്നുള്ളത്. അത്രയധികം ഇഷ്ടപ്പെട്ട, അത്രയധികം മലയാളികളെ ഒരുപാട് ചിന്തിപ്പിച്ച സിനിമകളുടെ തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ എന്നീ നിലകളിൽ ഏറെ എന്നും ഓർത്തിരിക്കുന്ന ഒരു അതുല്യ പ്രതിഭ കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഏതായാലും ശ്രീനിവാസൻ്റെ തിരക്കഥകളൊക്കെ ഏറെ മലയാളികൾ ചേർത്ത് വെച്ച നാടോടിക്കാറ്റ്, സന്ദേശം, പട്ടണപ്രവേശം, വടക്ക് നോക്കിയന്ത്രം, വരവേൽപ്പ്, മിഥുനം, മഴയത്തും മുൻപേ, അഴകിയ രാവണൻ, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ എന്നിങ്ങനെ നിരവധി സിനിമകളിലൂടെ മലയാളികളോട് ചേർന്ന് നിന്ന, മലയാളികൾ എന്നും എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ കൂടിയാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന തിരക്കഥകൾ 1987 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, നാടോടിക്കാറ്റ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ സത്യനന്ദിക്കാട് സിനിമ, ഞാൻ പ്രകാശൻ വരെയുള്ള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഉദയനാണ് താരമൊക്കെ ബോക്സ് ഓഫീസിനെ വലിയ തോതിൽ ചലിപ്പിച്ച സിനിമകളാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലെയുള്ള കോമഡിക്ക് പ്രാധാന്യമുള്ള, സന്മനസ്സുള്ളവർക്ക് സമാധാനം